നമോ ഭഗവതേ വാസുദേവായ. ദശകം 40 പൂതനാമോക്ഷം. വൃത്തം ദ്രുതവിളംബിതം. ശ്ലോകം 1. തദനു നന്ദമമന്ദശുഭാസ്പദം നൃപപുരീം കരദാനകൃതേ ഗതം സമവലോക്യ ജഗാദ ഭവത്പിതാ വിദിതകം സസഹായ ജനോദ്യമഃ. തദനു അനന്തരം, പിന്നെ ഒരു നാൾ, നന്ദം നന്ദഗോപരെ, അമന്ത ശുഭാസ്പദം അമന്തമായ കുറവില്ലാത്ത നന്മകൾക്ക് സദ്ഗുണങ്ങൾക്ക് ആശ്രയഭൂതനായ നൃപപുരീം രാജധാനിയിൽ, കംസന്റെ രാജധാനിയിൽ മധുരയിൽ, കരദാനകൃതേ ഗതം കരം കൊടുക്കാനായിട്ട് പോയപ്പോൾ, അവിടെ രാജധാനിയിലെത്തിയപ്പോൾ, സമവലോക്യ നന്നായി ആലോകനം ചെയ്തിട്ട്, ദർശനം ചെയ്തിട്ട് ആ നന്ദഗോപരോട്, ജഗാദ ഭവത്പിത അങ്ങയുടെ പിതാവ് വസുദേവൻ പറഞ്ഞു, വിദിത കംസ സഹായജനോദ്യമ കംസന്റെ സഹായികളായ ജനത്തിന്റെ ഉദ്യമത്തെ അറിഞ്ഞ്. ശ്ലോകാർത്ഥം. പിന്നൊരിക്കൽ കംസന്റെ സഹായി ജനങ്ങളുടെ ഉദ്യമത്തെ കുറിച്ച് അറിഞ്ഞ, അതായത് ആൺകുട്ടികളെ എല്ലാം വധിക്കാനുള്ള കംസ സുഹൃത്തുക്കളുടെ തീരുമാനത്തെ അറിഞ്ഞ അങ്ങയുടെ പിതാവ് വസുദേവൻ കപ്പം കൊടുക്കാൻ മധുര രാജധാനിയിലെത്തിയ ഒട്ടും കുറവില്ലാത്ത നന്മകൾക്ക് ആസ്പദമായ നന്ദഗോപനെ കണ്ട് സന്ദർശിച്ച് ഇങ്ങനെ പറഞ്ഞു. ശ്ലോകം 2. അയി സഖേ തവ ബാലക ജന്മമാം സുഖയതേദ്യനിരാത്മജ ജന്മവദ് ഇതി ഭവ പിതൃതാം വ്രജനായകേ സമധിരോപ്യ ശശംസതമാദരാത്. അയി സഖേ, അല്ലയോ സ്നേഹിത, തവ ബാലക ജന്മ അങ്ങയ്ക്ക് പുത്രൻ ജനിച്ചത്, മാം സുഖയതേ അദ്യ എന്നെ ഇപ്പോൾ ആനന്ദിപ്പിക്കുന്നു, നിജ ആത്മജ ജന്മവത് നിനക്ക് ഉണ്ണിപ്പിറന്നത് എനിക്ക് പുത്രനുണ്ടായതുപോലെയാണ്, ഇതി ഭവത് പിതൃതാം ഇങ്ങനെ അങ്ങയുടെ പിതൃത്വത്തെ, വൃജനായകേ അമ്പാടിയുടെ നായകനായ നന്ദഗോപനിൽ, സമതിരോപ്യ സമാരോപിച്ചിട്ട്, ശംസതം ആദരാത് അവനോട് ആദരവോടെ പറഞ്ഞു. ഇനി ശ്ലോകാർത്ഥം. അല്ലയോ സുഹൃത്തേ, അങ്ങയ്ക്ക് പുത്രനുണ്ടായത് എനിക്ക് പുത്രനുണ്ടായതുപോലെ എന്നെ ഇപ്പോൾ ആനന്ദിപ്പിക്കുന്നു എന്നിങ്ങനെ ഹേ കൃഷ്ണ, അങ്ങയുടെ പിതാവായ വസുദേവൻ അങ്ങയുടെ പിതൃത്വം നന്ദഗോപനിൽ സമാരോപിച്ച് ആദരവോടെ വ്രജനായകനായ വസുദേവനോട് തുടർന്നു പറഞ്ഞു. ശ്ലോകം 3. ഇക ച സന്ധ്യ നിമിത്ത ശതാനി തേ കടകസീംനി തതോ ലഘുഗമ്യതാം ഇതി ച തദ്വചസാ വ്രജനായകോ ഭവദപായ ഭിയാദ്രുതമായയൗ. ഇഹ ച ഇവിടെയും, സന്ധി അനിമിത്ത ശതാനിതേ അങ്ങയ്ക്ക് അനേകം അനിമിത്തങ്ങൾ, ദുർനിമിത്തങ്ങൾ, അശുഭങ്ങൾ സംഭവിക്കുന്നു. ഘടകസീംനി പാർപ്പിടത്തിലും, തഥോ ലഘുഗമ്യതാം അതിനാൽ വേഗത്തിൽ പോയാലും, ഇതിച്ച തദ്വചസ ഇപ്രകാരമുള്ള അദ്ദേഹത്തിന്റെ വസുദേവന്റെ വാക്കുകളാൽ, വ്രജനായകോ നന്ദഗോപൻ അമ്പാടിയിലെ വ്രജത്തിലെ നായകൻ, ഭവത് അഭായബിയ ഉണ്ണിക്കണ്ണനായ അങ്ങേക്ക് ആപത്തുണ്ടാകുമോ എന്ന് ഭയന്ന്, ദ്രുതം വേഗത്തിൽ, ആയയൗ യാനം ചെയ്തു യാത്രയായി, മധുരയിൽ നിന്ന് അമ്പാടിയിലേക്ക് വേഗത്തിൽ തന്നെ തിരിച്ചുപോയി. ഇനി ശ്ലോകാർത്ഥം. അങ്ങേക്ക് ഇവിടെയും ഗോകുലത്തിലും അനേകം ദുർനിമിത്തങ്ങൾ ഭവിക്കുന്നുണ്ട്, അതിനാൽ വേഗത്തിൽ തിരിച്ചു പോകണം എന്ന് വസുദേവർ നന്ദഗോപനോട് പറഞ്ഞു.
അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് ഗോകുലനായകനായ നന്ദഗോപൻ അങ്ങേക്ക് ആ ഉണ്ണിക്കണ്ണന് എന്തെങ്കിലും ആപത്ത് വരുമോ എന്ന ഭയത്താൽ വേഗത്തിൽ തിരിച്ചുപോയി. ശ്ലോകം 4. അവസരേ ഖലു തത്ര ച കാചന വ്രജപദേ മധുരാകൃതിരംഗന തരളഷട്പദലാളിതകുന്തള കപടബോധഗതേ നികടം ഗദാ. അവസരേ ഖലു തത്ര, ആ അവസരത്തിലാകട്ടെ, ആ സന്ദർഭത്തിലാകട്ടെ, ചകാചന, ഏതോ ഒരു, വ്രജപദേ, വ്രജത്തിൽ, ഗോകുലത്തിൽ, മധുരാകൃതി റംഘന, മനോഹര രൂപവതിയായ ഒരു സ്ത്രീ, തരള ഷഡ്പഥ, ഇളകി ചലിക്കുന്ന വണ്ടുകളാൽ, ലാളിത കുന്തള, ലാളിക്കപ്പെടുന്ന തഴുകുന്ന തലമുടിയോടുകൂടിയവളും, കപടബോധക, മായാ ബാലസ്വരൂപനായ ശ്രീ ഗുരുവായൂരപ്പ, കൃഷ്ണ തേ നികടം ഗത, അങ്ങയുടെ സാമീപ്യത്തെ പ്രാപിച്ചു. ശ്ലോകാർത്ഥം. ഹേ മായാബാലസ്വരൂപനായ ശ്രീ ഗുരുവായൂരപ്പ, കൃഷ്ണ ആ അവസരത്തിൽ അമ്പാടിയിൽ മധുരമായ ആകൃതി പൂണ്ട് ഇളകി ജലിക്കുന്ന വണ്ടുകളാൽ ലാളിക്കപ്പെടുന്ന സുന്ദര കേശഭാരമുള്ളവളായ ഒരു മനോഹരാംഗി അങ്ങയുടെ സാമീപ്യത്തെ പ്രാപിച്ചു. ശ്ലോകം 5. സപദി സാഹൃദ ബാലകചേതന നിശിചരാന്വയജാകില പൂതന വ്രജവധൂഷ്വികേയമിദീക്ഷണം വിമൃശതി ശുഭബന്ധമുപാദതേ. സപതി, വേഗത്തിൽ, സാ അവൾ, ആ മധുരാംഗന, ഹൃദബാലക ചേതന, കുഞ്ഞുകുട്ടികളുടെ ജീവനെ ഹരിക്കുന്ന, നിശിചര അന്വയജ, നിശിചരരായ, രാത്രിയിൽ സഞ്ചരിക്കുന്ന, രാക്ഷസകുലത്തിൽ ജനിച്ച, കില പൂതന, പൂതന എന്ന് പറഞ്ഞ പൂതന, പൂതയല്ലാത്തവൾ, പുണ്യവതിയല്ലാത്തവൾ, വ്രജവധൂഷു ഇഹ, ഗോപശ്രീകൾക്ക് ഇവിടെ, കേയം, ക പ്ലസ് ഇയം കേയം, ആരിവൾ, ഇതിക്ഷണം വിമൃശതീഷു, ഒരു നിമിഷം ഇങ്ങനെ ചിന്തിക്കവേ, ഭവന്തം ഉപാദതേ, അങ്ങയെ കോരിയെടുത്തു. ഇനി ശ്ലോകാർത്ഥം. അനേകം കുഞ്ഞുകുട്ടികളുടെ ജീവൻ അപഹരിച്ചവളും രാക്ഷസകുലത്തിൽ ജനിച്ചവളും ആയ ആ പൂതന, ആരാളിവൾ എന്ന ക്ഷണനേരം ഗോപസ്ത്രീകൾ ചിന്തിച്ചിരിക്കവേ, വേഗത്തിൽ ഭഗവാനെ, ഉണ്ണിക്കണ്ണനായ അങ്ങയെ സമീപിച്ച് കോരിയെടുത്തുവത്രേ. ശ്ലോകം 6. ലളിതഭാവവിലാസകൃതാത്മഭിः യുവതിഭിः പ്രതിരോദ്ധുമപാരിത സ്തനമസൗ ഭവനാന്തനിഷേദുഷി പ്രദദുഷി ഭവദേ കപടാത്മനേ. ലളിതഭാവവിലാസ, ലളിതങ്ങളായ ഭാവവിലാസങ്ങളാൽ, ഹൃദാത്മഭിർ, ഹൃദമായ ആത്മാവോടുകൂടിയ, അപഹരിക്കപ്പെട്ട ചേതനയോടുകൂടിയ, യുവതിഭി പ്രതിരോധം അഭാരിത, ഗോപസ്ത്രീകളാൽ പ്രതിരോധിക്കാൻ കഴിയാത്തവളായി, സ്തനം അസൗ, സ്തനത്തെ അവൾ, ഭവനാന്ത, ഭവനത്തിന്റെ അന്തരത്തിൽ, ഭവനത്തിന്റെ അകത്തേക്ക്, നിഷേധുഷി, പ്രവേശിച്ചവളായി, അകത്ത് കടന്നിരുന്നവളായി, പ്രദദുഷി ഭവതേ, അങ്ങേക്ക് സ്തന്യം നൽകിയവളായി, കപടാത്മനെ, മായാസ്വരൂപനായ അങ്ങേക്ക്. ശ്ലോകാർത്ഥം. ഇവളുടെ മനോഹരമായ ഭാവവിലാസങ്ങളെ കൊണ്ട് വശീകൃത ഹൃദയസ്ഥകളായ ഗോപസ്ത്രീകളാൽ പ്രതിരോധിക്കാൻ കഴിയാത്തവളായി, ഉടനെ ഗ്രഹാന്തർഭാഗത്തെ പ്രാപിച്ച അവൾ കപടാത്മകയായി മായാസ്വരൂപം ധരിച്ച ഭഗവാനെ, അങ്ങേക്ക് സ്തന്യം നൽകി. ശ്ലോകം 7. സമധിരുഹ്യ തദംഗമശങ്കിതക ത്വമത ബാലകലോപനരോഷിതക
മഹദിവാമ്രഫലം കുചമണ്ഡലം പ്രതിചുചൂഷിത ദുർവിഷദൂഷിതം. സമതിരുഹ്യ സമ്യക്കായി ആരോഹണം ചെയ്തിട്ട് കയറിയിരുന്നിട്ട് തദംഗം അശങ്കിത അവളുടെ മടിയിൽ ശങ്കയൊന്നും കൂടാത്തവനായി ത്വം അധ അനന്തരം ഭഗവാനെ അങ്ങ് ഉണ്ണിക്കണ്ണൻ ബാലകലോപനരോക്ഷിത ബാലകരെ നശിപ്പിക്കുന്നതിൽ വധിക്കുന്നതിൽ രോക്ഷിതനായി കുപിതനായി മഹദിവ ആമ്രഫലം വലിയ ഒരു മാമ്പഴം എന്ന പോലെ കുചമണ്ഡലം ആ കുച കുംഭത്തെ പ്രതിചുചൂഷിത നന്നായി വലിച്ചു കുടിച്ചു ദുർവിഷദൂഷിതം കടുത്ത വിഷം പുരട്ടിയ. ശ്ലോകാർത്ഥം കുഞ്ഞുകുട്ടികളെ വധിച്ചുകൊണ്ടിരുന്ന പൂതനയുടെ നേരെ രോഷം കൊണ്ട ഉണ്ണിക്കണ്ണൻ മടി കൂടാതെ അവളുടെ മടിയിലേറി ഇരുന്നിട്ട് ദുർവിഷദൂഷിതമായ അവളുടെ കുജകുംഭത്തെ ഒരു വലിയ മാമ്പഴത്തെ എന്ന പോലെ നന്നായി വലിച്ചു കുടിച്ചു. ശ്ലോകം 8. അസുഭിരേവ സമം ദയതി ത്വയി സ്തനമസൗ സ്തനിതോപമനിസ്വനാ നിരപദദ്ഭയദായി നിജം വപുഃ പ്രതിഗതാ പ്രവിസാര്യ ഭുജൗ ഉഭൗ. അസുഭിർ ഏവ സമം. അസു എന്ന് പറഞ്ഞാൽ പ്രാണൻ. പ്രാണനോടൊപ്പം തന്നെ ദയതി ത്വയി സ്തനമസൗ അങ്ങ് അവളുടെ സ്തനം പാനം ചെയ്യവേ അവൾ ആ പൂതന സ്തനിതോപമ നിസ്വന ഇടിമുഴക്കം പോലെയുള്ള ശബ്ദത്തോടെ നിരപദത് നിപതിച്ചു ഭയദായി ഭയമുണ്ടാക്കുന്നവളായി ഭയത്തെ ജനിപ്പിക്കുന്നവളായി നിജം വഭു തന്റെ ശരീരത്തെ പ്രതിഗത പ്രാപിച്ചവളായി പ്രവിസാര്യ നിവർത്തിയിട്ട് ഭുജൗ ഉഭൗ ഇരു കൈകളും. ഇനി ശ്ലോകാർത്ഥം ഭഗവാനെ അങ്ങ് പ്രാണങ്ങളോടൊപ്പം അവളുടെ സ്തനം പാനം ചെയ്തപ്പോൾ ആ പൂതന ഇടിമുഴക്കം പോലെ ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ട് ഭയാനകമായ തന്റെ ശരീരത്തെ ശരിയായ വിധം പ്രാപിച്ചിട്ട് ഇരുകരങ്ങളും പരത്തി നിലത്ത് വീണു. ശ്ലോകം 9. ഭയദഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണദർശന മോഹിതവല്ലഭേ വ്രജപദേ തദുരസ്ഥലഖേലനം നനുഭവന്തമഗൃണ്ണത ഗോപികാഃ. ഭയദ ഭയം ജനിപ്പിക്കുന്ന ഭയങ്കരമായ ഘോഷണ ഘോഷണം ശബ്ദം ഭീഷണ വിഗ്രഹ ഭീതി ജനിപ്പിക്കുന്ന ഭയാനകമായ ആ രൂപം ശ്രവണ ദർശന ശ്രവിച്ചിട്ടും ദർശിച്ചിട്ടും കണ്ടും കേട്ടും മോഹിതവല്ലവേ മോഹിക്കപ്പെട്ട വിവശരായ വല്ലവരോടുകൂടിയ ഗോപന്മാരോടുകൂടിയ സംഭ്രമരായ ഗോപശ്രീകൾ വൃജപദേ ഗോപവാടിയിൽ അമ്പാടിയിൽ തത് ഉരസ്ഥലഖേലനം അവളുടെ മാറത്ത് ലീലയാടുന്ന അനുഭവന്തം അഗ്രഹണത ഗോപിക ഗോപികമാർ അങ്ങയെ വാരിക്കോരിയെടുത്തുവല്ലോ. ശ്ലോകാർത്ഥം ഭയങ്കരമായ ശബ്ദവും അതിഭീഷണമായ രൂപവും കൊണ്ട് അമ്പാടിയാകെ സംഭ്രമിച്ച ഗോപജനങ്ങളോടുകൂടിയായിരിക്കവേ പൂതനയുടെ നെഞ്ചിലിരുന്ന് കളിക്കുന്ന ഉണ്ണിക്കണ്ണനെ ഗോപാംഗനകൾ വന്നെടുത്തുവല്ലോ. ശ്ലോകം 10. ഭുവനമംഗളനാമഭിരേവതേ യുവതിഭിർബഹുധാ കൃതരക്ഷണഃ ത്വമയി വാദനികേതനനാഥമാം അഗദയൻ കുരുതാപകസേവകം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഭുവനമംഗളനാമഭിർ ഏവതേ ഭുവനത്തിന് മംഗളം വരുത്തുന്ന അങ്ങയുടെ തന്നെ തിരുനാമങ്ങളാൽ യുവതിബിർ ബഹുധ
യുവതികളാൽ പലവിധത്തിൽ കൃതരക്ഷണ രക്ഷ ചെയ്യപ്പെട്ടവനായ ത്വം അയി വാദനിഖേദനനാഥ അങ്ങ് ആയ അലയോ ശ്രീ ഗുരുവായൂരപ്പ, മാം അഗതയൻ കുരു എന്നെ രോഗമില്ലാത്തവനാക്കി തീർക്കൂ, താവക സേവകം കുരു അങ്ങയുടെ സേവകനാക്കി തീർക്കൂ. ശ്ലോകാർത്ഥം: എല്ലാ ലോകങ്ങൾക്കും മംഗളമൂർത്തിയായി വിരാജിക്കുന്ന ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ വിവിധങ്ങളായ തിരുനാമങ്ങളെ കൊണ്ട് തന്നെ ഗോപാംഗനകളാൽ പലവിധത്തിൽ രക്ഷ ചെയ്യപ്പെട്ടവനായ ഭഗവാനെ, അങ്ങ് എന്റെ രോഗങ്ങളെ മാറ്റിത്തരൂ, അങ്ങ് എന്നെ അങ്ങയുടെ സേവകനാക്കി മാറ്റൂ. യശോദയെയും രോഹിണിയെയും കൂട്ടി ഉണ്ണിക്കണ്ണനെ കൊണ്ട് ഗ്രഹാന്തർഭാഗത്ത് പ്രവേശിച്ച ഗോപസ്ത്രീകൾ കണ്ണന്റെ എല്ലാ അവയവങ്ങളിലും പശുവിന്റെ വാൽ കൊണ്ടൊഴിയുക, തിരിക്കാട്ടി ഒഴിയുക എന്നിങ്ങനെയുള്ള അരിഷ്ട പരിഹാരങ്ങൾ ചെയ്തു. പിന്നെ ബാലകനെ ഗോമൂത്രം കൊണ്ട് കുളിപ്പിച്ച് പശുവിന്റെ കുളമ്പ് തട്ടിയുള്ള രേണുക്കളെ കൊണ്ട് സർവാംഗം തേച്ചു. അതിനുശേഷം പശുവിന്റെ ചാണകം കൊണ്ട് കണ്ണന്റെ 12 സ്ഥാനങ്ങളിൽ 12 നാമങ്ങൾ ഉച്ചരിച്ച് ലേപനം ചെയ്ത് രക്ഷ ചെയ്തു. നെറ്റിയിൽ കേശവൻ, ഉദരത്തിൽ നാരായണൻ, വക്ഷസ്സിൽ മാധവൻ, കണ്ഠത്തിൽ ഗോവിന്ദൻ, വലത്തെ കക്ഷസ്ഥലത്തിൽ വിഷ്ണു, വലത്തെ കയ്യിൽ മധുസൂദനൻ, കഴുത്തിന്റെ മുൻഭാഗത്ത് ത്രിവിക്രമൻ, ഇടത്തു കക്ഷസ്ഥലത്ത് വാമനൻ, ഇടതുകൈയിൽ ശ്രീധരൻ, കഴുത്തിന്റെ പിൻഭാഗം ഋഷികേശൻ, പൃഷ്ഠഭാഗത്ത് പത്മനാഭൻ, കടിഭാഗത്ത് ദാമോദരൻ. ഇങ്ങനെ 12 സ്ഥാനങ്ങളിൽ 12 വിഷ്ണുനാമങ്ങൾ, 12 നാമങ്ങൾ ഭസ്മത്തിൽ ചേർത്ത് ന്യസിച്ചു. പിന്നെ ദേഹശുദ്ധി ചെയ്ത് തങ്ങളുടെ അംഗങ്ങളിലും ബാലന്റെ അംഗങ്ങളിലും കരങ്ങളിലും 11 ബീജങ്ങളെ ന്യസിച്ചു. ഭാഗവതം ദശമസ്കന്ധം 6-ാം അധ്യായം ശ്ലോകം 22 മുതൽ 29 വരെയുള്ള മന്ത്രഭാഗങ്ങൾ ശ്രദ്ധിക്കാം. ഇത് ബാലരക്ഷാമന്ത്രം. 11 സ്ഥാനങ്ങളിൽ 11 നാമങ്ങൾ ന്യസിച്ച് രക്ഷാമന്ത്രം ഉരുവിടുന്നു. അവ്യാധോ അങ്ക്രിമണിമാൻസ്തവ ജാന്വധോരോ യജ്ഞച്യുതാ കടിതടം ജഡരം ഹയാസ്യ ഹൃത്കേശവസ്ത്വദുര ഈശൈനസ്തു കണ്ഠം വിഷ്ണുർഭുജം മുഖമുരുക്രമ ഈശ്വരഖം. അജാതികളായ 11 നാമങ്ങളെയും അവയെ നസിക്കേണ്ടതായ സ്ഥാനങ്ങളെയും അപ്പോൾ ചെയ്യേണ്ട പ്രാർത്ഥനാ സ്വരൂപത്തെയും കാണിക്കുന്ന കവച ശ്ലോകത്തെ താഴെ വിവരിക്കുന്നു. സാധാരണ ജീവന്മാരെ പോലെ കർമാധീനമായ ജന്മം ഇല്ലാത്തവനായ അജൻ നിന്റെ 2 കാലടികളെ രക്ഷിക്കട്ടെ. അറിയപ്പെടുവാൻ കഴിയാത്ത മഹിമയോടുകൂടിയ അണിമാൻ നിന്റെ 2 മുട്ടുകളെ രക്ഷിക്കട്ടെ. യാഗഫലത്തെ കൊടുക്കുന്നവനായ യജ്ഞൻ നിന്റെ 2 തുടകളെ രക്ഷിക്കട്ടെ. ഏതു കാലത്തിലും സ്വരൂപാനന്ദത്തിൽ നിന്നു തെറ്റാത്തവനായ അച്യുതൻ നിന്റെ കടിതടത്തെ രക്ഷിക്കട്ടെ. ഹയഗ്രീവൻ നിന്റെ ജഠരത്തെ രക്ഷിക്കട്ടെ. ബ്രഹ്മാവിനും ശിവനും ആനന്ദത്തെ കൊടുക്കുന്നവനായ കേശവൻ നിന്റെ ഹൃദയത്തെ രക്ഷിക്കട്ടെ. സകല ജീവരാശികളെയും കുക്ഷിയിൽ ഒതുക്കിയിരിക്കുന്ന ഈശൻ നിന്റെ മാറിടത്തെ രക്ഷിക്കട്ടെ. സർവലോകത്തെയും പ്രകാശിപ്പിക്കത്തക്ക തേജസ്സിനെ നൽകിക്കൊണ്ട് സൂര്യമണ്ഡലത്തിന്റെ മധ്യത്തിലിരിക്കുന്ന ശ്രീ സൂര്യനാരായണ സ്വാമിയായ ഇനൻ നിന്റെ കണ്ഠത്തെ രക്ഷിക്കട്ടെ. എങ്ങും വ്യാപിച്ചിരിക്കുന്ന വിഷ്ണു നിന്റെ 2 കൈകളെ രക്ഷിക്കട്ടെ. 3 അടി കൊണ്ട് 3 ലോകത്തെയും വളർന്ന് സ്വാധീനപ്പെടുത്തിയ ഉരുക്രമനായ വാമനൻ നിന്റെ മുഖത്തെ രക്ഷിക്കട്ടെ. എല്ലാത്തിനെയും നിയമിക്കുന്നവനായ ഈശൻ നിന്റെ ശിരസിനെ രക്ഷിക്കട്ടെ. ചക്രഗ്രതാ സഹഗതോ ഹരിരസ്തു പശ്ചാത് ത്വത്പാശയോർധനുരസീ മധുഹാജനശ്ച
കോണേഷു ശങ്ക ഉരുകായ ഉപജുബേന്ദ്ര താക്ഷ്യക്ഷിതൗ ഹലധര പുരുഷ സമന്താൽ. നിന്റെ മുൻഭാഗത്തിൽ ചക്രത്തെ ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ചക്രി രക്ഷിക്കട്ടെ. നിന്റെ പിൻഭാഗത്തിൽ ഗദാധരനായ ഹരി രക്ഷിക്കട്ടെ. നിന്റെ ഏകഭാഗത്ത് വലത്തുഭാഗത്ത് ധനുസ്സിനെ ധരിച്ചുകൊണ്ട് നിൽക്കുന്ന മധുവിനെ ഹനിച്ച ഭഗവാൻ രക്ഷിക്കട്ടെ. നിന്റെ ഇടത്തുഭാഗത്ത് വാൾ ധരിച്ചിരിക്കുന്ന അപാകൃത പുരുഷനായ അജനൻ രക്ഷിക്കട്ടെ. ഈ പറഞ്ഞ ദിക്കുകളിൽ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് എന്നീ 4 ദിക്കുകൾ കഴിഞ്ഞു. ഇതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന 4 കോണു ദിക്കുകളിൽ ശങ്കധരനായ ഉരുഗായൻ നിന്നെ രക്ഷിക്കട്ടെ. നിന്റെ ഉപരിഭാഗത്ത് ഉപേന്ദ്രൻ ഇന്ദ്രാനുജൻ രക്ഷിക്കട്ടെ. ഭൂമിയിൽ ഗരുഡാരൂഢനായ ഭഗവാൻ താർഷ്യൻ രക്ഷിക്കട്ടെ. ഭൂമിയുടെ കീഴ്ഭാഗത്ത് ഹലധരൻ രക്ഷിക്കട്ടെ. നീ സഞ്ചരിക്കുന്ന എല്ലാ ഭാഗത്തും ചരാചരങ്ങളിൽ നിന്നും നിന്നെ സർവന്തജ്യാമിയായ പുരുഷൻ രക്ഷിക്കട്ടെ. ഇന്ദ്രിയാണി ഋഷിഹേശ പ്രാണാൻ നാരായണോ വധു ശ്വേതദീപപതിശ്ചിത്തം മനോയോഗേശ്വരോ വധു. നിന്റെ ഇന്ദ്രിയങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങളെ ഭഗവാൻ സൂര്യാദി ദേവതാരൂപേണ അധിവസിച്ച് ദർശനാദി വ്യാപാരങ്ങളെ സാധിപ്പിക്കുന്നുവോ ആ ഋഷിഹേശൻ ദേവതാരൂപേണ ഇന്ദ്രിയങ്ങളെ അടക്കി അമർത്തുന്നവൻ രക്ഷിക്കട്ടെ. പ്രാണൻ, അപാനൻ, സമാനൻ, വ്യാനൻ, ഉദാനൻ എന്ന് പഞ്ചപ്രാണങ്ങളെ നാരായണൻ രക്ഷിക്കട്ടെ. ചിത്തത്തെ ശ്വേതദീപപതിയായ ഭഗവാൻ രക്ഷിക്കട്ടെ. മനസ്സിനെ യോഗേശ്വരൻ രക്ഷിക്കട്ടെ. പ്രശ്നിഗർഭസ്തുതേ ബുദ്ധിർ ആത്മാനം ഭഗവൻ പര ക്രീഡന്തം പാതു ഗോവിന്ദ ശയാനം പാതു മാധവ. പ്രശ്നിഗർഭത്തിൽ അവതരിച്ച ഭഗവാനായ അനിരുദ്ധൻ നിന്റെ ബുദ്ധിയെ രക്ഷിക്കട്ടെ. എല്ലാറ്റിനെയും സംഹരിക്കുന്ന സർവോത്കൃഷ്ടനായ ഭഗവാൻ സംഘർഷണൻ നിന്റെ ആത്മാവിനെ രക്ഷിക്കട്ടെ. കളിച്ചു നടക്കുന്ന നിന്നെ പശുമദ്യത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗോവിന്ദൻ രക്ഷിക്കട്ടെ. കിടക്കുന്നവനായ നിന്നെ ലക്ഷ്മീവല്ലഭനായ മാധവൻ രക്ഷിക്കട്ടെ. പ്രചന്തമവ്യദ്വൈകുണ്ഠ ആസീനം ത്വാം ശ്രിയപ്പതി ഭുജ്ഞാനം യജ്ഞഭുക്ഭാതു സർവഗ്രഹ ഭയങ്കര. ബാലലീലയിൽ വൈകുണ്ഠൻ എന്ന ഭഗവാൻ രക്ഷിക്കട്ടെ. ഒരിടത്തിലിരിക്കുന്ന നിന്നെ ലക്ഷ്മി വല്ലഭൻ രക്ഷിക്കട്ടെ. ഭക്ഷണം കഴിക്കുന്ന നിന്നെ സർവഗ്രഹങ്ങൾക്കും ഭയത്തെ ജനിപ്പിക്കുന്ന യജ്ഞബുക്ക് എന്ന നാമധേയമുള്ള ഭഗവാൻ രക്ഷിക്കട്ടെ. ഡാകിന്യോ യാതുദാനസ്യ കുഷ്മാണ്ഡായോ അപർഗ്രഹ ഭൂതപ്രേത പിശാചാച്ച യക്ഷരക്ഷോ വിനായക കൊടരാരേവതീ ജ്യേഷ്ഠ പൂതനാ മാതൃഘാതയ ഉന്മാദായേഹി അപസ്മാര ദേഹപ്രാണേന്ദ്രിയദ്രുഹ സ്വപ്നദൃഷ്ടാ മഹോൽപാദാ വൃദ്ധബാലാഗ്രഹാശ്ചയേ സർവേ നശ്യന്തു തേ വിഷ്ണുർനാമഗ്രഹണ ഭീരവാ. ദേഹങ്ങളെയും പ്രാണങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ദ്രോഹിക്കുന്നവരായ ഡാകിനികൾ, യാതുദാനധാനികൾ, രുദ്രഗണത്തിൽ പ്രസിദ്ധമായ കുഷ്മാണ്ഡാദികൾ, ഭൂതങ്ങൾ, പ്രേതങ്ങൾ, പിശാചുക്കൾ, യക്ഷന്മാർ, രക്ഷസുകൾ, വിനായകന്മാർ, കോടര, രേവതി, ജ്യേഷ്ഠ, പൂതന, മാതൃക്കൾ, ചിത്തവിഭ്രമത്തെ ജനിപ്പിക്കുന്ന ദേവതകളായ ഉന്മാദങ്ങൾ, അപസ്മാരങ്ങൾ, സ്വപ്നത്തിൽ കാണുന്ന ദോഷലക്ഷണങ്ങൾ, വൃദ്ധന്മാരെയും ബാലന്മാരെയും ഉപദ്രവിക്കുന്ന ഗ്രഹങ്ങൾ, കേവലം കുട്ടികളെ ഉപദ്രവിക്കുന്ന ഗ്രഹങ്ങൾ, ഇങ്ങനെ ബഹുവിധത്തിൽ പ്രസിദ്ധങ്ങളായിരിക്കുന്ന ദുർദേവതകളെല്ലാം നശിക്കട്ടെ. ഇത് ബാലരക്ഷാ മന്ത്രം. ഇത് ചൊല്ലിപ്പഠിക്കുന്നത് വളരെ ഉത്തമം. മന്ത്രം ഒരിക്കൽ കൂടെ. അവ്യാതചോങ്ക്രിമണിമാൻസ്തവജ്ജാന്യധോരു യജ്ഞച്യുതാ കടിതടം ജഡരം ഹയാസ്യ ഹൃത്കേശവസ്ത്വദര ഈശൈനസ്തു ഗണ്ഡം വിഷ്ണുർഭുജം മുഖമുരുക്രമ ഈശ്വരക്കം ചക്ര്യഗ്രദാ സഹഗതോ ഹരിരസ്തു പശ്ചാൽ തുത്മാർഷയോർധനുരസീ മധുഹാ ജനശ്ച കോണേഷു ശങ്ക ഉരുകായ ഉപജുബേന്ദ്ര
താർഷ്യഷിതൗ ഹലധര പുരുഷസ്വമന്താത്. ഇന്ദ്രിയാണി ഋഷികേശ പ്രാണാൻ നാരായണോ വധു ശ്വേതദീപപതിശ്ചിത്തം മനോ യോഗേശ്വരോ വധു. പ്രശ്നിഗർഭസ്തുതേ ബുദ്ധിർ ആത്മാനം ഭഗവൻ പര. ക്രീഡന്തം പാതു ഗോവിന്ദ ശയാനം പാതു മാധവ. വ്രജന്തമവ്യാദ്വൈകുണ്ഠ ആസീനം ത്വാം ശ്രിയപ്രതി. ഭുജ്ഞാനം യജ്ഞബുക്പാദു സർവഗ്രഹഭയങ്കര. ഡാകിന്യോ യാതു ധാന്യശ്ച കുഷ്മാണ്ഡായോരപഗ്രഹ. ഭൂതപ്രേതപിശാചാച യക്ഷരക്ഷോ വിനായക. കൊടരാരേവതീ ജ്യേഷ്ഠ പൂതനാ മാതൃകാതയ. ഉന്മാദായേഹി അപസ്മാരാദേഹ പ്രാണേന്ദ്രിയദ്രുഹ. സ്വപ്നദൃഷ്ടാ മഹോൽപാദ വൃദ്ധബാലാഗ്രഹാശ്ചയേ. സർവേ നശ്യന്തു തേ വിഷ്ണോർനാമഗ്രഹണഭീരവാ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.